നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. പത്രങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇന്ന് എല്ലാ പത്രങ്ങളിലും പ്രധാനമായി ഇടം പിടിച്ചിട്ടുള്ളത് ഒന്ന് മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട വാർത്തയാണ്, മറ്റൊന്ന് പെരിയ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആദ്യം പരിശോധിക്കുന്നത് ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ കൈകൂപ്പി ഇന്ത്യ, മൻമോഹൻ സിംഗ് ഓർമ്മയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അന്ത്യവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. സാമ്പത്തിക വിപ്ലവത്തിന്റെ പാതയിലൂടെ ഇന്ത്യയെ നയിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് യമുനാ നദി തീരത്തെ നിഗംബോധ്ഘട്ടിൽ അന്ത്യവിശ്രമം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ പെരിയ ഇരട്ട കേസ്, മുൻ MLA ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പെരിയ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. 10 പേർ കുറ്റവിമുക്തർ, ശിക്ഷാവിധി ജനുവരി 3-ന്. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് 2 ഹൈലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. കോടതിയിൽ പൊട്ടിക്കരഞ്ഞ് 15-ാം പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സൈഡ് സ്റ്റോറിയും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് CBI തടയാനുള്ള CPM ശ്രമം പാഴായി, ഖജനാവിന് ചെലവായത് 90.77 ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI അന്വേഷണം തടയാൻ CPM നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാർ പലപ്പോഴായി നടത്തിയ നീക്കങ്ങളെല്ലാം തകർന്നടിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് തേനിയിലെ കാളപകടവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 3 മലയാളികൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. തമിഴ്നാട്ടിലെ പെരിയകുളത്ത് കാറും മിനി ബസും കൂട്ടിയിടിച്ച് കോട്ടയം കുറുവിലങ്ങാട് സ്വദേശികളായ 3 യുവാക്കൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട വാർത്ത സൗമ്യ തേജസ്സെ വിട എന്ന തലക്കെട്ടോടുകൂടിയാണ് നൽകിയിട്ടുള്ളത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം നിഗംബോധ്ഘട്ടിൽ അഗ്നി ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു ഹൈലൈറ്റ് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. മറ്റൊന്ന് 14 പ്രതികൾ കുറ്റക്കാർ എന്ന തലക്കെട്ടോടുകൂടിയാണ് പെരിയ ഇരട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. ശിക്ഷാവിധി ജനുവരി 3-നെന്നും 10 പ്രതികളെ വെറുതെ വിട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഹൈലൈറ്റ് നൽകിയിട്ടുണ്ട്. കാസർഗോഡ് പെരിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് ശരത്ലാൽ എന്നിവരെ രാഷ്ട്രീയ വൈരാഗ്യം മൂലം വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 14 പ്രതികൾ കുറ്റക്കാരെന്ന് എറണാകുളം പ്രത്യേക CBI കോടതി കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് ജന്മഭൂമിയാണ്. ജന്മഭൂമിയിൽ മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട തലക്കെട്ട് നൽകിയിട്ടുള്ളത് മൻമോഹന് വിട എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിഗംബോധ്ഘട്ടിലെ സംസ്കാര ചടങ്ങുകൾക്ക് മുൻപ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പം അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചിത്രമാണ് പങ്കുവച്ചിട്ടുള്ളത്. മറ്റൊന്ന് പെരിയ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. CPM-ന് തിരിച്ചടി, നേതാക്കളടക്കം കുറ്റക്കാർ എന്നാണ് ജന്മഭൂമി ആ വാർത്തയ്ക്ക് നൽകിയിട്ടുള്ള തലക്കെട്ട്. CBI കോടതി ജനുവരി 3-ന് ശിക്ഷ വിധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രതികളുടെയും ചിത്രങ്ങളും ജന്മഭൂമി പങ്കുവച്ചിട്ടുണ്ട്. മറ്റൊന്ന് മൻമോഹന സംസ്കാരം അനാവശ്യമായി വിവാദമുണ്ടാക്കി, കോൺഗ്രസ് നാണം കെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാർത്ത നൽകിയിട്ടുണ്ട്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം നൽകുന്നില്ലെന്ന് അനവസരത്തിൽ ആരോപിച്ച് കോൺഗ്രസ് നാണം കെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് അണ്ണാ സർവകലാശാലയിലെ ബലാത്സംഗം, മദ്രാസ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ ജന്മഭൂമി നൽകിയിട്ടുണ്ട്. അടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദിയിൽ പെരിയ ഇരട്ടക്കൊലക്കേസ്, CPM നേതാക്കളടക്കം 14 പേർ കുറ്റക്കാർ എന്ന തലക്കെട്ടോടുകൂടിയാണ് നൽകിയിട്ടുള്ളത്. സർക്കാരിനെ വീട്ടിലാക്കി CPM ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ട് CBI വന്നതും അതേസമയം തന്നെ കുറ്റവിമുക്തരായവരുടെ പേരുവിവരങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഒരു സബ് സ്റ്റോറി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ശിവഗിരി തീർത്ഥാടന മഹാമഹം നാളെ മുതൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. ശ്രീധരൻ ഗുരുദേവൻ അനുഗ്രഹിച്ച് നടപ്പാക്കിയ ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിന് നാളെ തുടക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് ഡിസ്നിലാൻഡ് മോഡലിന് അതിരപ്പള്ളി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ചുക്കാൻ പിടിച്ച സുരേഷ് ഗോപി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹൈലൈറ്റ് കൂടി വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട വാർത്ത കൗമുദിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ താഴെയായാണ് ഇടം പിടിച്ചിട്ടുള്ളത്. മൻമോഹൻ ഇനി ഓർമ്മ എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അന്തിമോപചാരം അർപ്പിക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിട്ടുള്ളത്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി പെരിയ ഇരട്ടക്കൊല എന്ന് നൽകിക്കൊണ്ട് തെളിഞ്ഞു സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. തലക്കെട്ടിന് യോജിക്കുന്ന ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. CPM മുൻ MLA ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റോറി നൽകിയിട്ടുള്ളത്. മാത്രമല്ല 1 മുതൽ 22 വരെയുള്ള പ്രതികളുടെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ചില ഹൈലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണ് കണ്ടെത്തിയ കുറ്റങ്ങൾ, മറ്റു പ്രതികൾ ആരെല്ലാമാണ് കുറ്റവിമുക്തരായത് എന്നെല്ലാം കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്ന തരത്തിൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് വിമാനാപകടം, അസർബൈജാനോട് മാപ്പ് പറഞ്ഞു പുതിൻ എന്ന വാർത്തയും വലിയ പ്രാധാന്യത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. 38 പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തത്തിൽ അസർബൈജാൻ പ്രസിഡന്റ്
ഇൽഹാം അലിയേവിനോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മൻമോഹൻ സിംഗിന് അന്ത്യവിശ്രമം സംസ്കാര സ്ഥലത്തെ ചൊല്ലി വിവാദം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പങ്കുവച്ചിട്ടുള്ളത്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ജീവനൊടുക്കി DCC ട്രഷറും മകനും കോഴ വാങ്ങിക്കൊന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. സഹകരണ സംഘങ്ങളിൽ നിയമനം വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിയത് കോടികൾ തുടങ്ങി ചില ഹൈലൈറ്റുകൾ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. വയനാട്ടിൽ ജീവനൊടുക്കിയ DCC ട്രഷറും മകനും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ കോഴ ഇടപാടിന്റെ ഇരകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. പ്രതിക്കൂട്ടിൽ KPCC എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറിയും നൽകിയിട്ടുണ്ട്. രാത്രികാല വൈദ്യുതക്ഷാമത്തിന് പരിഹാരം മയിലാട്ടിയിൽ 2026 ബസ് എത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ്. രാത്രികാലത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാനത്തിന് അനുവദിച്ച 500 മെഗാവാട്ട് അവർ ബാറ്ററി സ്റ്റേറ്റ് സിസ്റ്റം 2026 കാസർഗോഡ് മയിലാടിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മൻമോഹൻ സിംഗിന് സ്മാരകം വിവാദം മുറുകെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. ചിത്രം പങ്കുവച്ചിട്ടുള്ളത് വിലാപയാത്രയിൽ നിന്നെടുത്ത ചിത്രം തന്നെയാണ്. അതേസമയം തന്നെ പെരിയ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട വാർത്ത ദേശാഭിമാനിയിൽ ഒരു ചെറിയ സൈഡിലായി ചുരുങ്ങിയിട്ടുണ്ട്. മാത്രമല്ല വാർത്തയുടെ തലക്കെട്ട് വരുന്നത് പെരിയ കേസ് പ്രതി ചേർത്ത് 10ൽ 9 പേർക്കും കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ഉന്നത CPM നേതാക്കൾ ഗൂഢാലോചന നടത്തിയാണ് പെരിയയിൽ ഇരട്ടക്കൊല നടത്തിയതെന്ന CBIയുടെ വാദം തള്ളി കോടതി വിധി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഒടുവിൽ മലയാള മനോരമയാണ്. മനോരമയിലേക്ക് വരുമ്പോൾ ഇവർ കൊന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പെരിയയുമായി ബന്ധപ്പെട്ട വാർത്തയുടെ തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മാത്രമല്ല 10 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികളുടെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. കോടതി വിട്ടയച്ച പ്രതികളുടെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. CPM 1 കോടി രൂപ തിരിച്ചടക്കണമെന്ന് സതീശൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. മേൽക്കോടതികളെ സമീപിക്കുമെന്ന EP ജയരാജന്റെ വാക്കുകൾ മറ്റൊരു സബ് സ്റ്റോറിയായി ഈ വാർത്തയിൽ മലയാള മനോരമ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആ വാർത്തയിൽ ദ്രൗപദി മുർമു പുഷ്പചക്രം അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചിത്രമാണ് പങ്കുവച്ചിട്ടുള്ളത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ വയോധിക ഉൾപ്പെടെ രാത്രി വീടിന് പുറത്ത് കണ്ണിൽ ചോരയില്ലാത്ത ജപ്തി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ഖേദകരമായ ഒരു വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ചികിത്സയിലുള്ള ഗൃഹനാഥയെയും ഭാര്യയെയും ബാങ്കിൽ വിളിച്ചു വരുത്തിയ ശേഷം വീട് ജപ്തി ചെയ്തതോടെ 85 വയസ്സുകാർ ഉൾപ്പെടെയുള്ള കുടുംബം രാത്രിയിൽ പെരുവഴിയിലായി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. കണ്ണിൽ ചോരയില്ലാതെ ജപ്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.